എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്വരാധീനം കൊണ്ടും നമ്മുടെ കഠിനാധ്വാനം കൊണ്ടും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത്, നല്ലൊരു ജീവിതം ജീവിച്ചു വരുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മളെ തളർത്താനും തകർക്കാനുമായിട്ട്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മുടെ ശത്രുക്കള് ആഭിചാര കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരാളെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, അവരുടെ കുടുംബത്തിലെ സന്തോഷത്തെ തകർക്കാനായിട്ട്, ജീവിതത്തിലുള്ള വിജയത്തെ തകർക്കാനായിട്ട് ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളെയാണ് കൂടോത്രം എന്ന് പറയുന്നത്. ഒരാള് ഇതുപോലൊരു കൂടോത്രം മറ്റൊരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും. ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ചയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുക, ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടുക, ബുദ്ധിമുട്ടുകൾ നേരിടുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും തന്നെ കൂടോത്രത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. നല്ല രീതിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകുന്ന സമയത്ത്, വീട്ടിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോലിയിലായാലും തടസ്സങ്ങൾ വരുന്ന സമയത്ത്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് ആരും തന്നെ ചിലപ്പോഴെങ്കിലും ഈ ഒരു കൂടോത്രത്തെ കുറിച്ച് ചിന്തിക്കാറില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് കൂടോത്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ മേൽ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ കാട്ടിത്തരുന്ന ലക്ഷണങ്ങളും, അതുപോലെ തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരങ്ങളും, ഇതോടൊപ്പം തന്നെ നമുക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാൻ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, അതുപോലെ തന്നെ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരാള് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന സമയത്ത് അവരുടെ ശത്രുക്കൾക്ക് സ്വാഭാവികമായിട്ടും അസൂയ ഉണ്ടാവാറുണ്ട്. ആ ഒരു അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഇതുപോലുള്ള കൂടോത്ര കാര്യങ്ങളൊക്കെയും തന്നെ. ഒരു കുടുംബം, ആ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഐക്യം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ, ആ വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കുമ്പോൾ, ഒരു വ്യക്തി ജോലിയിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഉന്നതിയിലെത്തുമ്പോൾ, ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് മറ്റുള്ളവര് ഇതുപോലുള്ള കൂടോത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരും. വളരെ പെട്ടെന്നായിരിക്കും ജീവിതത്തിലെ ഗതിയിൽ തന്നെ മാറ്റം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ പ്രശ്നങ്ങൾ വരിക, രോഗങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുക, വളരെ പെട്ടെന്ന് കടബാധ്യതകൾ ഉണ്ടാവുക, ഇതൊക്കെയും തന്നെ നിങ്ങൾക്ക് കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതല്ലാതെയും നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ വരാം. ഈ ഒരു കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് വരിക എന്നല്ല ഞാൻ പറയുന്നത്. ചില ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമല്ല. സന്തോഷമായി കഴിഞ്ഞാലും കുറച്ച് ദിവസം നമ്മൾ സന്തോഷിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. കടബാധ്യതകൾ ഉണ്ടാവാം, പക്ഷെ അതൊരു സമയത്തേക്ക് മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ കരകയറി വരും. എല്ലാ സമയത്തും നമ്മുടെ ജീവിതം ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു ഉയർച്ചയും ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് ഭവിക്കുകയാണ്. കടങ്ങളിൽ നിന്നും കടക്കെണിയിലേക്ക് വീഴുകയാണ്, ദുഃഖത്തിൽ നിന്നും സങ്കടക്കടലിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ഈ കൂടോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട്. ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ലഭിക്കാൻ, നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവാൻ ഈ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മുടെ വീടുകളിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. വീടുകളിൽ മാത്രമല്ല, നമുക്ക് ചുറ്റും എപ്പോഴും പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രഭാവലയം സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ.
എന്നാൽ നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജിയാണ് ഉള്ളത് എങ്കിലോ, നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജിയാണ് ഉള്ളത് എങ്കിലോ, തീർച്ചയായിട്ടും ഇതിന്റെ ഒക്കെയും വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാവുന്നത്. ഒരു ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നെഗറ്റീവ് എനർജി നമ്മളെ എല്ലാ കാര്യത്തിലും നെഗറ്റീവിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം തുടക്കം കുറിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ഇതൊക്കെയും ഉണ്ടാവും അല്ലെ. വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ ആ ഒരു കാര്യത്തെ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നത്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല, എല്ലാത്തിലും ഒരു ഉന്മേഷക്കുറവും ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം വരാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്മ വരാൻ പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ചെയ്യുന്ന കർമ്മമാണ്, ക്ഷുദ്രപ്രയോഗമാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷം വരേണ്ടയിടത്ത് നമുക്ക് സങ്കടം കൊണ്ടുവരുത്തുന്ന ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു കർമ്മമാണ് ഈ ഒരു കൂടോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കൂടോത്രം ചെയ്യുന്ന വ്യക്തിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവര് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ദൈവാനുഗ്രഹവും ദൈവചിന്തയുമുള്ള ഒരാളും ചെയ്യുന്ന കർമ്മമല്ല ഈ കൂടോത്രങ്ങളും അതുപോലെ തന്നെ ആഭിചാര കർമ്മങ്ങളും. ഇന്ന് നിങ്ങൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അതിന് ഒരു തിരിച്ചടി ലഭിക്കും. നിങ്ങളുടെ കുടുംബ തലമുറയെ തന്നെ നശിപ്പിച്ചു കളയുന്ന രീതിയിലായിരിക്കും ഭഗവാന്റെ ആ ഒരു പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ചുറ്റുപാടിലും ആരെങ്കിലും ഇങ്ങനെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കുടുംബത്തിലുള്ളവർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങൾ വന്നു ഭവിക്കാം. അതുപോലെ തന്നെ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ദുരന്തപൂർണമായിട്ടുള്ള ജീവിതമായിരിക്കും മുന്നോട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്നത്. ഈ കർമ്മം ചെയ്യുന്ന വ്യക്തി മാത്രമല്ല, ഇങ്ങനെയുള്ള ദുർമന്ത്രവാദമായാലും അതുപോലെ തന്നെ കൂടോത്രമായാലും ചെയ്യുന്ന ആളിന് മാത്രമല്ല അതിന്റെ ഫലം. അതുകൂടാതെ ഇത് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആൾ, അതായത് നമ്മുടെ ശത്രു ആണല്ലോ ഇത് ചെയ്യാൻ ഏൽപ്പിക്കുന്നത്, ആ ഒരു ശത്രുവിനും ഈ ഒരു കൂടോത്രം ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തിക്കും ഒക്കെയും തന്നെ കുടുംബത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു ഭവിക്കും. ഇവരുടെയൊക്കെയും ജീവിതം ഭഗവാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇനി ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ കൂടോത്രം ഏറ്റിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഇങ്ങനെ ഒരു കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് അകാരണമായിട്ടുള്ള ഭയം ഉടലെടുക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഒരു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസമില്ലാത്ത അവസ്ഥ, ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ, ഇവയൊക്കെയും നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ടെങ്കിൽ സംഭവിക്കാം. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. എപ്പോഴും ദുഃഖത്തിലായിരിക്കും നിങ്ങൾ. അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ മടി തോന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയൊക്കെ പ്രകടമാകും. ഇനി അടുത്തതായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണം മടിയാണ്. ഒരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം. നിങ്ങൾ പൊതുവെ അധികം ദേഷ്യപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ദേഷ്യം അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള ദുശീലങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു കൂടോത്രം ഏറ്റതിന്റെ ലക്ഷണം തന്നെയാണ്. ഇനി ചില ആളുകള് രണ്ട് പേര് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ, സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം, ആ ഒരു കുടുംബങ്ങളെ അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടോത്രം ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ഇവര് രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും. ആ പ്രശ്നങ്ങൾ പതിയെ പതിയെ വളർന്നു വലുതായി രണ്ടും രണ്ട് പാത്രമാകുന്ന, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ആ ഒരു ബന്ധം തന്നെ അറ്റുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തും. ഈ ഒരു ഘട്ടത്തില് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില പാരൻസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പഞ്ചസാരയിലൊക്കെ കൂടോത്രം ചെയ്ത് മകനും മറ്റൊരു കുട്ടിയുമായിട്ട് പ്രണയത്തിലാണെങ്കിൽ അവരെ തമ്മിൽ അടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ തമ്മിൽ പിരിക്കാനായിട്ട് ഇതുപോലെ കൂടോത്രം ചെയ്ത് നൽകുന്നത്.
ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഭാവിയിൽ നിങ്ങളുടെ മക്കളുടെ കണ്ണുനീര് നിങ്ങൾ തന്നെ കാണേണ്ടി വരും എന്നുള്ളത് ഓർത്തുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്നതുമൊക്കെയും കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ കൂടോത്രമേറ്റതിന്റെ ലക്ഷണത്തെയാണ് കാണിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ്. എന്നാൽ സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടോത്രം ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി വീട്ടിലുള്ള മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തി ശരിയായ രീതിയിൽ ഉറങ്ങുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ വ്യക്തിയുടെ ഉറക്ക രീതികളിൽ മാറ്റം സംഭവിക്കുന്നു. ഉറക്കത്തിൽ പല്ല് കടിക്കുക, അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് പിച്ചും പേയും പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കോ അടിക്കടി അപകടങ്ങൾ സംഭവിക്കുക. ഇങ്ങനെ ഒന്നോ രണ്ടോ തവണയല്ല, അടിക്കടി അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ വഴക്കുകളൊക്കെ എല്ലാ വീടുകളിലും സ്വാഭാവികമാണ്. എന്നാൽ ത്രിസന്ധ്യ സമയത്ത് പതിവായിട്ട് ഒരു വീട്ടിൽ വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് ആ വീട്ടിലുള്ളവർ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കൂടോത്രം ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് കൂടോത്രം ഏറ്റിട്ടുള്ള വ്യക്തിയുടെ വസ്ത്രങ്ങളിൽ പെട്ടെന്ന് തീ പിടിക്കുന്നത് കാണാൻ സാധിക്കും. അടിക്കടി ഇങ്ങനെ വസ്ത്രത്തിൽ ചെറിയ ഒരു പോറലാണ് എന്നുണ്ടെങ്കിൽ പോലും തീപ്പൊരി വീണ് ഉണ്ടാവുന്നത് വളരെ അശുഭകരമാണ്. ഒരു വ്യക്തിക്ക് കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞതും. ഇനി അതുപോലെ തന്നെ ഒരാളുടെ മുടിക്ക് തീ പിടിക്കുന്നതും ഇതുപോലെ കൂടോത്ര ദോഷത്തിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. മുടിയിലേക്ക് തീ പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന് ചുറ്റുമായിട്ട് വിഷപ്പാമ്പുകളെ അടിക്കടി കാണുന്നതാണ്. വിഷബാധ ഏൽക്കുന്നതും അതുപോലെ തന്നെ വിഷബാധ ഭയം ഉണ്ടാകുന്നതും ഇതുപോലെ തന്നെ കൂടോത്രത്തിന്റെ ലക്ഷണമായിട്ട് പറയാവുന്നതാണ്. രാത്രികാലങ്ങളിൽ ഒരു ഭയവും കൂടാതെ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയം തോന്നുന്നു. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് തനിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഘട്ടങ്ങളൊക്കെ വരുന്നതും ഈ പറഞ്ഞതുപോലെ കൂടോത്രമേറ്റതിന്റെ ലക്ഷണമാവാം. ഇനി രാത്രികാലങ്ങളിൽ ചിലങ്കയുടെ ഒച്ച, മണിശബ്ദങ്ങൾ കേൾക്കുന്നത്, വീടിന് ചുറ്റും ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്, അങ്ങനെ അനുഭവപ്പെടുന്നത്, അമ്മിക്കല്ലിൽ ഇടിക്കുന്ന പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്, ഇതൊക്കെയും തന്നെ കൂടോത്രമേറ്റതിന്റെ ലക്ഷണങ്ങളാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതും ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുന്നതും സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ഒക്കെയും കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന്റെ പേരിൽ നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ, നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെയും തന്നെ കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് രോഗങ്ങൾ വരുന്നത്, രോഗങ്ങൾ എല്ലാ വീട്ടിലുള്ളവർക്കും വരാറുണ്ട്. എന്നാൽ ഒരാൾക്ക് രോഗം വന്ന് കാണിച്ച് അത് ഭേദമായി തുടങ്ങുമ്പോൾ അടുത്ത ആൾക്ക് രോഗം വരുന്നു. ഇങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവർക്കും രോഗത്തിന്റെ കാഠിന്യം കൂടി വരുന്നുണ്ട് എങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ദുർമന്ത്രവാദം നേരിട്ടതിന്റെ അല്ലെങ്കിൽ കൂടോത്രം നേരിട്ടതിന്റെ സൂചനയാകാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണത കാണിക്കുക എന്നുള്ളതാണ്. ഒന്നോ അതിലധികമോ തവണ ആത്മഹത്യക്ക് ശ്രമിക്കുക അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടാവുക, ഇതൊക്കെയും തന്നെ കൂടോത്രം ബാധിച്ചതിന്റെ ലക്ഷണങ്ങളാവാം. അതുപോലെ തന്നെ ദുർമരണം വീടുകളിൽ നടക്കുന്നതും ഈ പറഞ്ഞതുപോലെ കൂടോത്രം സംഭവിച്ചതിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം. വീടിന് കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളെ ആയിരിക്കും അത് ഏറ്റവും ആദ്യം ബാധിക്കുന്നത്. വീട്ടിൽ വളർത്തുമൃഗങ്ങള് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അടിക്കടി ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ കൂടോത്രം സംശയിക്കേണ്ടിയിരിക്കുന്നു.
അദൃശ്യ ശക്തികളെയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത് വളർത്തു മൃഗങ്ങൾക്കാണ്. മനുഷ്യരെക്കാൾ മുന്നേ അവർക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടോത്രം ബാധിച്ച വീടുകളിൽ പട്ടികളൊക്കെ വളരെ ഉച്ചത്തിൽ എപ്പോഴും കുരച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ മറ്റുള്ള വീടുകളിലേക്ക് ഈ പട്ടികൾ ആ വീട്ടിൽ നിന്നും പോവും. ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം, ആ വളർത്തുമൃഗങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയും തന്നെ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇനി വളരെ നിസ്സാരമായിട്ട് നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടാവാം. അടിക്കടി വീട്ടിലുള്ള പാല് പിരിഞ്ഞു പോകുന്നത്, വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ പെട്ടെന്ന് കേടായി പോകുന്നത്, ഇതൊക്കെയും തന്നെ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ലക്ഷണങ്ങളാണ്. എന്നാൽ ഒന്നോ രണ്ടോ തവണ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടോത്രം സംഭവിച്ചു എന്നല്ല. അടിക്കടി ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൂടോത്രം സംശയിക്കേണ്ടതായിട്ടുണ്ട്. നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ തെളിയാതിരിക്കുന്ന അവസ്ഥ, കരിന്തിരി കത്തിപ്പോകുന്ന അവസ്ഥ, വീടിന് ചുറ്റും തുളസി ഉണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകുന്ന അവസ്ഥ, ഇതൊക്കെയും തന്നെ ഇങ്ങനെ കൂടോത്രം സംഭവിച്ചാൽ കാണുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾക്കോ കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ വളരെയധികം ലക്ഷണങ്ങൾ അത് കാട്ടിത്തരും. ഒരിക്കലും മനസമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരവസ്ഥ വീട്ടിൽ ജീവിക്കുന്ന അംഗങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ കൂടോത്രത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ലക്ഷണമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ അടിക്കടി നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടോത്രം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില പരിഹാരങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് ദിവസവും രാവിലെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാമജപം നടത്തുക. ദിവസവും അതിനായിട്ട് ഒരു സമയം ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കും നമ്മളിലേക്കും ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ വളരെ ഉത്തമമാണ്. സാധിക്കുന്നവര് ആഴ്ചയിൽ ഒരിക്കൽ ശിവക്ഷേത്ര ദർശനം തന്നെ നടത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ കൂടോത്രം ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ ഒരുപാട് ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഒരു ബൗളിൽ അല്പം കല്ലുപ്പെടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ഒഴിഞ്ഞ ശേഷം, നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഒഴിഞ്ഞ ശേഷം ആ ഒരു കല്ലുപ്പ് ഒരു ബൗളിൽ വെള്ളമെടുത്ത് അലിയിച്ച് കളയുക. ശേഷം ടാപ്പ് തുറന്ന് നിങ്ങളുടെ സിങ്കിലേക്ക് അത് ഒഴുക്കിക്കളയുക. ഇങ്ങനെ ഒഴുക്കിക്കളയുന്നത് വഴി നിങ്ങളുടെ കൂടോത്രത്തിന്, നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന കൂടോത്രത്തിന്റെ ശക്തി കുറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഒരു ചെറുനാരങ്ങയും ഒരു 5 പച്ചമുളകും എടുത്ത് അതൊരു നൂലിൽ കോർത്തുകൊണ്ട് നിങ്ങളുടെ മെയിൻ ഡോറിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കെട്ടിത്തൂക്കുക. ഇങ്ങനെ ചെയ്യുന്നതും വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങൾ കൂടോത്രം ഏറ്റുകഴിഞ്ഞാൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, കൂടോത്രം ഏൽക്കാതിരിക്കാനും ഈ പറഞ്ഞതുപോലെ നാരങ്ങയും പച്ചമുളകും കെട്ടിത്തൂക്കുന്നത് ഉപകരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒരു കറുത്ത ചരട് ജപിച്ചുകൊണ്ട് വന്ന് കയ്യിൽ കെട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ന വ്യക്തിക്കാണ് സംഭവിച്ചത് ഈ ഒരു കൂടോത്രം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കെട്ടാവുന്നതാണ്. അല്ല, നിങ്ങളുടെ വീടിന് തന്നെ കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഇതുപോലെ ശിവക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച കറുത്ത ചരട് കെട്ടുക. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് ഒരു 21 ദിവസമൊക്കെ ആവുന്ന സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുറയുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. ഇനി നിങ്ങളൊരു വാഹനം കൊണ്ടു നടക്കുന്ന ആളാണ്, ആ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് അടിക്കടി അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ കൊണ്ടുപോയി ആ വാഹനം ഒന്ന് പൂജിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരല്പം മഞ്ഞളും ഉപ്പും കൂടെ ഒരു ബൗളിൽ വെള്ളത്തിൽ കലർത്തി ആ വെള്ളം ആര്യവേപ്പില കൊണ്ട്, ആര്യവേപ്പിലയും തണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ആ ഒരു ഇല വെച്ച് വീടിന് ചുറ്റും വീടിന്റെ ഉള്ളിലും ഒക്കെ തളിക്കുക എന്നുള്ളതാണ്. വീടിന്റെ തറ തുടയ്ക്കുന്ന വെള്ളത്തിലും ഇതുപോലെ മഞ്ഞളും കല്ലുപ്പും ചേർക്കാവുന്നതാണ്. അതും ഇതിനുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടിനുള്ളിൽ സാമ്പ്രാണി പുകയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതും വീട്ടിലുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാൻ സഹായിക്കും.
ഇതിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവാധീനം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ പൂജകൾ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. ഈശ്വരാധീനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയും ഇല്ലാതാവും. എന്നാൽ ഈ ഒരു കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നഷ്ടപ്പെടുന്നത് ഈശ്വരാധീനം തന്നെയാണ്. ഈശ്വരാധീനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മം തന്നെയാണിത്. എന്നിരുന്നാലും നമ്മൾ ഭഗവാനിൽ കൂടുതൽ അടുക്കും തോറും നമ്മളുടെ പ്രശ്നങ്ങൾ അകലുകയും നമ്മളെ ഭഗവാൻ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീടുകളിലും ഈ പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്, അടിക്കടി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.